കെ യു ജനീഷ് കുമാർ, ഇതിലൊരു രഹസ്യ സ്വഭാവമൊന്നും വേണ്ടല്ലോ. NSSന് കൊടുത്ത ഉറപ്പുകൾ എന്താണ്? യുവതീ പ്രവേശം അത് അടഞ്ഞ അധ്യായമാണ്, ഞങ്ങളത് നടപ്പാക്കില്ല എന്ന ഉറപ്പാണോ? ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രയിലെ കേസുകൾ പിൻവലിക്കാമെന്നുള്ള ഉറപ്പാണ്? ഇതൊന്നും രഹസ്യമായി വെക്കേണ്ട കാര്യമല്ലല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് NSSന് ഇടത് സർക്കാരിൽ വിശ്വാസം വന്നിരിക്കുന്നത്? സ്മൃതി, NSSന് മാത്രമല്ല ഇടതു സർക്കാരിൽ വിശ്വാസം വന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ തിരുത്തണം സ്മൃതി. NSSൻ്റെയും SNDPയുടെയും നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. NSSന് ഇടതു സർക്കാരിനെ വിശ്വാസമാണ്, SNDPക്ക് ഇടതു സർക്കാരിനെ വിശ്വാസമാണ്. അതിനോടൊപ്പം കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും സംഘടനകൾക്കും ഇടതു സർക്കാരിനെ വിശ്വാസ. അയ്യപ്പ സംഗമത്തിന് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങോട്ടാ പോയത്? അടൂരിൽ നടന്ന കേരളത്തിലെ കത്തോലിക്ക സഭകളുടെ പുനരൈക്യ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോയേ. ആദരണീയനായ ക്ലിമിക്സ് ബാവ തിരുമേനി പറഞ്ഞതെന്താ? ഏറ്റവും ആർജവമുള്ള നേതാവ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആർജവമുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ ക്രിസ്തീയ സംഘടനകളുടെയും സമുദായങ്ങളുടെയും ആകെ പിന്തുണയുണ്ട്. നമ്മുടെ പുന്നല ശ്രീകുമാർ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. KPMSൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞില്ലേ? എത്രയോ സാമുദായിക സംഘടനകൾ അടുത്ത സമയത്തായി ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ സാമുദായിക സംഘടനകളും പറഞ്ഞിട്ടില്ലേ? ഞാൻ ഓരോന്ന് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് പറയുന്നു അത് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് പറയുന്നു? ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ തീരുന്നതല്ല ഭൂമി എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പ്രചരിപ്പിച്ചാൽ ഒരു രാത്രിയിൽ നിൽക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടും, എല്ലാ സമുദായ സംഘടനകളും ബോധ്യപ്പെടുമെന്ന് ഞങ്ങൾക്കുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളെടുത്ത നിലപാടാണ് ശരി ശബരിമലയുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഇടത് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ എന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ഏത് നിലപാടാണ് നിങ്ങൾ എടുത്ത ശബരിമലയുടെ കാര്യത്തിൽ എടുത്ത ഏത് നിലപാടാണ് അവർക്ക് ശരിയായി തോന്നിയിരിക്കുന്നത് ശ്രീ ജിനീഷ് കുമാർ? അല്ല, ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളിങ്ങനെ ചാനലിൽ അവതാരകയൊക്കെ ആയി വന്നിരുന്നു കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷ പ്രതിനിധികളെയും ഒക്കെ വരുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അവസരം തരാതെ അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെട്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച് കേരളമാകെ അതങ്ങ് വിശ്വസിച്ചു എന്ന ധാരണയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാൻ കഴിയുമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഇടത് ഗവൺമെന്റിന്റെ നിലപാട് എല്ലാ കാലത്തും എന്താണെന്ന് വളരെ വ്യക്തമായി എല്ലാ കാര്യത്തിലും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ശബരിമലയുടെ മാധ്യമങ്ങൾ വെറുതെ വിളിച്ചു പറഞ്ഞതല്ലോ. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരുക്കം തന്നെ നടത്തിയിരുന്നല്ലോ. നവോത്ഥാന സമിതി മതിൽ തീർത്തു. സ്മൃതിയോട് ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. 2018 ഞാൻ ചോദിക്കുന്നതിന് ഒന്ന് പറഞ്ഞേ. എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്നത്, നല്ല ധാരണ എനിക്കുണ്ട്. 2018 കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനിച്ചോ, ഇന്നു മുതൽ ശബരിമലയിലേക്ക് യുവതികൾ പ്രവേശിക്കാൻ ഞങ്ങളുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങളുടെ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനിച്ചോ? അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. സുപ്രീം കോടതി ഉത്തരവ് വന്ന രണ്ടാം ദിവസം തന്നെ ആ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. രണ്ടാം ദിവസം ആ തീരുമാനം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ഉത്തരവിന് രണ്ടാം ദിവസം. അപ്പോൾ പുരോഗമന കേരളം വളരെ അത്ഭുതത്തോടു കൂടിയും ആവേശത്തോടു കൂടി നിന്നു. കാരണം ഇവിടെ പുരോഗമനപരമായി നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ആ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. സ്ത്രീ പ്രവേശം സാധ്യമായിരിക്കുന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും എന്നാണ് അന്ന് സർക്കാർ നൽകിയ ഉറപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നവോത്ഥാന സമിതി രൂപീകരിച്ചു. അതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അങ്ങക്ക് എന്തോ ഭയങ്കര ചതുർത്ഥിയാണല്ലോ. അത് കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതെ, ഞങ്ങൾക്ക് കേൾക്കാനൊന്നും ഒരു സുഖക്കുറവുമില്ല. അതുതന്നെയാണ് ആദരണീയനായ NSSന്റെ ജനറൽ സെക്രട്ടറിയും പറഞ്ഞത്. അത് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി വന്നപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തത്?
BJP എന്താ ചെയ്തത് എന്നല്ല അദ്ദേഹം തന്നെ പറഞ്ഞു. ശരി, NSS പ്രതിഷേധം ശേഷമാണ് അദ്ദേഹം കൂടെ വന്ന് നിന്നിട്ടുള്ളത്. NSSന് നിങ്ങളിൽ നിന്നും സ്വീകാര്യമായ എന്ത് നടപടിയാണ് 2018 നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നാക്കം പോയി എന്ന ഉറപ്പാണോ അവർക്ക് കൊടുത്തത്? അല്ല, ഞങ്ങൾ NSSന് എന്ത് ഉറപ്പ് കൊടുത്തു എന്ന് സ്മൃതി പറയുന്നു. അത് സ്മൃതിക്ക് എവിടുന്ന് കിട്ടിയ വിവരമാ? ഞങ്ങൾ NSSന് ഉറപ്പ് കൊടുത്തു എന്നെല്ലാം അത് എവിടുന്ന് കിട്ടിയ വിവരം? അതുകൂടെ ഒന്ന് പറഞ്ഞേ. ഒരു ഉറപ്പുമില്ലാതെ വന്ന വിശ്വാസം അല്ലേ എന്ന് സ്മൃതി പറഞ്ഞല്ലോ. ഒരു ഉറപ്പുമില്ലാതെ വന്ന വിശ്വാസം അല്ല, അത് എവിടുന്ന് കിട്ടിയ പോരാ സ്മൃതിക്ക്? അല്ല, ഉറപ്പ് കൊടുത്തോന്നാണ് ചോദിച്ചത്. എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണ എന്നുള്ളതാണ്. കാരണം നോക്കൂ, ശ്രീ ജനീഷ് കുമാർ, ശ്രീ ജനീഷ് കുമാർ, ഞാൻ പറയാം. ശ്രീ ജനീഷ് കുമാർ കേൾക്കൂ, ചോദ്യം അങ്ങനെയല്ല. അങ്ങൊന്ന് കേൾക്കൂ, അങ്ങൊന്ന് ക്ഷമയോടെ കേൾക്കൂ. ഞാൻ പറയുന്നത് അതെ, അല്ലല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കാരണം മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ഷർട്ട് ഇടാതെ കയറണമോ ഷർട്ട് ഇട്ട് കയറണമോ എന്നൊരു ചർച്ച കൂടി നടന്നിരുന്നല്ലോ. അന്നും മുഖ്യമന്ത്രി വളരെ പുരോഗമനപരമായ നിലപാടെടുത്തിരുന്നു. ഷർട്ട് ഇട്ട് കയറുന്നവർക്ക് കയറിക്കൂടെ എന്ന്. അന്ന് NSS ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി വിമർശിച്ച് സംസാരിച്ചിരുന്നു. അതായത് മാസങ്ങൾക്ക് മുമ്പ് വരെ അത് സംഭവിച്ചിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാടിനെ വിമർശിച്ചിരുന്നു NSS എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന രൂപത്തിലേക്ക് ആചാരങ്ങൾ, വിശ്വാസം അത് നടപ്പാക്കുന്നതിൽ സർക്കാരിന് അത്രത്തോളം സർക്കാരിനെ വിശ്വസിക്കാം എന്ന് തോന്നുമ്പോൾ ആ ഉറപ്പെന്താണ്? വിശ്വാസം ആചാരവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം എന്താണ്? അവിടെ ഉണ്ടായിരുന്ന വിഷയം എന്താണ്? സ്ത്രീ പ്രവേശമാണല്ലോ. അപ്പോൾ അതിൽ ഇനി ഒരു നിലപാടെടുക്കില്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പാണോ കൊടുത്തത്? അത് പറയാൻ എന്താണ് അങ്ങേക്ക് ഇത്ര ബുദ്ധിമുട്ട്? അല്ല സ്മൃതി, ചോദ്യം കഴിഞ്ഞല്ലോ. ഞാൻ പറയുന്ന മറുപടി കൂടി സ്മൃതി സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറാവണം. എനിക്ക് മാത്രം പോരാ സഹിഷ്ണുത, സ്മൃതിക്കും സഹിഷ്ണുത വേണം. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദിച്ചിട്ട് കാര്യമില്ല. സ്മൃതി പറഞ്ഞ ഞാൻ കേട്ടു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാട്ട്. ഇവിടെ NSS ഒരു സമുദായ സംഘടനയാണ്, കേരളത്തിലെ ഒരു പ്രബലമായ സാമുദായിക സംഘടനയാണ്. എല്ലാ കാലത്തും അവരുടെ നിലപാടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് തുല്യമാവണമെന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ആയിരുന്നുമില്ല. കേരളത്തിൻ്റെ ഇതംപ്രദമുള്ള ചരിത്രം അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്, അവർക്ക് അവരുടെ നിലപാടുണ്ട്. ഓരോ കാര്യത്തിലും വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിലപാട്. എന്തുകൊണ്ട് NSS ഈ അയ്യപ്പ സംഗമത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തു എന്നതിനെ ചോദിച്ചു. ഒരു ഉറപ്പുമല്ല സ്മൃതി കാര്യം മനസ്സിലാക്കണം. ജനങ്ങൾ വിഡ്ഢിയല്ല. അവരെന്താ ചെയ്തത്? ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാനും അവിടുത്തെ തിരക്കും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യാൻ ഒരു സംഗമം ശബരിമലയിൽ വിളിച്ചു ചേർത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.